എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം ഈ ഒരു സുപ്രഭാതത്തിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നൊരു സ്പെഷ്യൽ ഗസ്റ്റാണ്. നമുക്കൊരുപാട് എന്താ പറയുക, നമ്മുടെ സാംസ്കാരികപരമായി പൈതൃകപരമായിട്ടൊക്കെ നമുക്കൊരുപാട് സംഭാവനകൾ നൽകിയ കിളിമാനൂർ രാജകുടുംബാംഗമായ രാമവർമ്മ തമ്പുരാനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ അഭിമാനം രാജ രവിവർമ്മ, അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാണ് ഈ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക, തിരുവനന്തപുരം രാജപരമ്പരയിൽപ്പെട്ട എന്താ പറയുക, സംസ്കാരപരമായിട്ട് നമുക്കൊരുപാട് എന്താ പറയുക സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാതി തിരുനാളിനെ തൊട്ട് നമുക്ക് ആലോചിക്കാം. അപ്പോൾ സ്വാതി തിരുനാൾ എന്ന പേര് പറയുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം വലിയൊരു സംഗീതജ്ഞനാണ്. അപ്പോൾ സംഗീതവും ചിത്രകലയും അതിലുപരി എല്ലാ കലകളും കൂട്ടിച്ചേർന്ന് കൊണ്ടുള്ളൊരു ജീവിതമാണ് ഇദ്ദേഹത്തിൻ്റേത്. അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് ഗസ്റ്റായിട്ട് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സിനിമ റിലീസാവുകയാണ്, ആലി. അപ്പോൾ അതിൻ്റെ സംഗീത സംവിധായകൻ കൂടിയാണ് ഇദ്ദേഹം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഇദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ഒട്ടനവധി ചിത്രങ്ങൾക്ക് സംഗീതം കൊടുക്കുകയും അതുപോലെ പാടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പറയാൻ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷം ജയ്ഹിന്ദിൻ്റെ ഈ പുലർക്കാല വേളയിൽ എനിക്കും അല്പമൊക്കെ ചില കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. ഇന്ന് ഞാൻ തമ്പുരാനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ തമ്പുരാനെ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു സ്റ്റേജിൽ അദ്ദേഹം ഒരു പാട്ട് പാടി. ആക്ച്വലി ആ ഒരു സ്ഥലം മുഴുവനും, അതായത് ഒരു മുട്ടുസൂചി വീണ അറിയാം, അത്ര സൈലൻ്റ് ആയിരുന്നു, അത്ര ഞങ്ങളുടെ മനസ്സിനെ പിടിച്ചടക്കിയ ഒരു സ്വരമാധുരി എന്നൊക്കെ പറയാം. ആ ഒരു സ്വരമാധുരിനെക്കാളും ഞാൻ ഇവിടെ വിശേഷിപ്പിക്കുന്നത് ഗാംഭീര്യം എന്നുള്ളതാണ്. അതെല്ലാം എന്താ പറയുക, അത് നമുക്ക് തരുന്നതല്ലേ. അതൊക്കെ നമ്മളോടൊപ്പം ഉണ്ടാക്കുക, പൂർവ്വ പിതൃക്കളോടും ഗുരുക്കന്മാരോടും ഒക്കെ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. പിന്നെ അതൊക്കെ അങ്ങ് സംഭവിക്കുന്നതാണ്. ഒരു വേദിയിൽ നമ്മൾ കയറുമ്പോൾ നമ്മൾ പലപ്പോഴും സാംസ്കാരിക മേഖലയിലും കൂടെ ഞാൻ അങ്ങനെ പോകുന്നതുകൊണ്ട് രവിവർമ്മയായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയൊക്കെയുള്ള പരിപാടികൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത് സംഘാടകർ തന്നെ പറയും, എന്തെങ്കിലും ഒന്ന് പഠനേ എന്നൊക്കെ പറയും. അപ്പോൾ ആ വേദിയുടെ അതിൻ്റെ ഒരു പശ്ചാത്തലം അനുസരിച്ച് അതിൻ്റെ സബ്ജക്റ്റിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ആലപിക്കും. അന്നേരം സംഭവിക്കുന്നതാണ്. അതെല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോൾ വലിയ സന്തോഷമാണ്. എപ്പോഴും രാജകുടുംബാംഗം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ജീവിതത്തിൻ്റെ ഒരുപാട് നിഷ്ഠകളുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. ശരിക്കും ജനിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക പിന്നെ എന്താ പറയുക, ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ അനുഷ്ഠിച്ചാണ് മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെയുള്ള ആ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് തുടങ്ങിയാലോ? അല്ല, ഈ പറഞ്ഞ പോലെ കാലം മാറി, കാലത്തിൻ്റേതായ കുത്തൊഴുക്കുകൾ, കാലത്തിൻ്റേതായ മാറ്റങ്ങളിലൊക്കെ രാജകുടുംബങ്ങളും ഒക്കെ തന്നെ മാറി. രാജകുടുംബം മാത്രമല്ല, എല്ലാ പണ്ട് കാലത്തെ നമ്മൾ പറയുന്ന എല്ലാ ആൾക്കാർക്കും മാറ്റങ്ങളുണ്ട്. പിന്നെ അന്ന് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ചിട്ടകളും കാര്യങ്ങളുമൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണല്ലോ ചെയ്യും. നമ്മുടെ മുതിർന്നവർ അത് ചെയ്യാൻ പാടില്ല, അതിങ്ങനെയാണ് ചെയ്യണം, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുളിച്ച് തൊഴുത് അല്ലെങ്കിൽ ആ തീർത്ഥം അവിടെ അമ്പലത്തിൽ തീർത്ഥം സേവിച്ച് പിന്നെ ആഹാരം കഴിക്കുന്ന രീതിയൊക്കെ ആ പണ്ടത്തെ രീതികളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലൊക്കെ മാറി. എന്താ വെച്ചാൽ എല്ലാവരും പുറം ദേശങ്ങളെ ബ്രോഡും അവിടെ ഇവിടെയൊക്കെയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഒരു പരിധിവരെ അമ്മയും അച്ഛനും അമ്മാവന്മാരും ഒക്കെ നമ്മളെ പല മൂല്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതയാത്രയിൽ അത് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, എപ്പോഴും നമ്മുടെ പൂർവ്വ പിതൃക്കൾ അല്ലെങ്കിൽ ആ വേരുകൾ അത് തന്നെയാണ് നമ്മളെ പിന്തുടരുന്നത്. ഈ വേരുകളെ നമുക്ക് മുറിച്ച് മാറ്റാൻ പറ്റില്ല. അഥവാ മുറിച്ച് മാറ്റിയാൽ തന്നെ വേരുകൾ പൊട്ടി കിളിച്ച് നമ്മളെ എവിടെ പോയാലും നമ്മൾ കയറി പിടിക്കും, എപ്പോഴെങ്കിലും പിടിക്കും. അപ്പോൾ നമുക്ക് ഒരു പരിധി കൂടുതൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ മൂല്യങ്ങൾ, ഇതിൻ്റെ ഒരു അതിർവരമ്പുണ്ട്. അത് ക്രോസ് ചെയ്ത് ഒരിക്കലും ആർക്കും സഞ്ചരിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് 2 തവണയൊന്ന് ആലോചിക്കും, അത് പാടുണ്ടോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അല്ല അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്നതിനൊരു കാരണമെന്ന് വയ്ക്കുന്നത് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ ശീലിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ അറിയാതെ നമ്മളിലേക്ക് ആ പരമ്പരയിലൂടെ കിട്ടുന്ന ഒരു അതെ മൂല്യം. അപ്പോൾ അതെപ്പോഴും ഉണ്ട്. അത് തന്നെയാണ് നമ്മളെ നയിക്കുന്നത്. നമ്മുടെ ഈ പറഞ്ഞ കാലം മാറി, എന്നുവെച്ചാൽ ഓരോരുത്തരും നമ്മുടെ കുട്ടികളൊക്കെ എത്രയോ പേര് ആലോചിക്കുന്നത് കിളിമാനൂർ രാജകുടുംബം അല്ലെങ്കിൽ കൊട്ടാരം എന്നൊക്കെ പറയുന്നത്
ഒരുപാട് കഥകൾ ഉറങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ. തീർച്ചയായിട്ടും. അതൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു അത് തന്നെയാണ്. കിളിമാനു കൊട്ടാരം ലോകം മുഴുവൻ അറിയുന്നത് മഹാനായ ചിത്രമെഴുത്ത് തമ്പുരാൻ ആചാര്യരവിവർമ്മ. അദ്ദേഹത്തിലൂടെയാണ് അത് ഇന്നും തിളങ്ങി വിളങ്ങി നിൽക്കുന്നത്. പക്ഷേ രവിവർമ്മയ്ക്ക് മുൻപുള്ള ഒരു കാലഘട്ടം, രവിവർമ്മ 1848 ഏപ്രിൽ 29 ജനിക്കുന്നത്. അതിനു മുൻപുള്ള കിളിമാനൂരിൻ്റെ ചരിത്രം വേണാടുമായിട്ട് കണക്റ്റഡാണ്. 1700കളുടെ തുടക്കത്തിൽ വടക്ക് നിന്ന് അല്ലെങ്കിൽ പരപ്പനാട് അല്ലെങ്കിൽ ബേപ്പൂർ തട്ടാരി കോയിലോ എന്നൊക്കെ പറയാൻ ചരിത്രം പറയാനിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് താമസിക്കും. എന്നാലും അവിടെ നിന്നൊരു ദത്ത് വരികയാണ്. ആ ദത്ത് ആറ്റിങ്ങൽ ഉമയമറാനയുടെ കാലത്ത് ഇങ്ങോട്ടൊരു ദത്ത് വന്ന് ആ ദത്ത് അത് ആറ്റിങ്ങൽ രാജ്യത്തേക്ക് ദത്തെടുക്കുക 2 തമ്പുരാട്ടിമാരെ ഇവിടെ വടക്ക് നിന്ന്. അപ്പം അത് ഇവിടെ വന്ന് കിളിമാനൂരിനടുത്ത് ഒരു സ്ഥലത്ത് താമസിപ്പിക്കുക, നഗരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഉണ്ടായ മഹാനായ ഒരു പ്രതിഭയാണ്, അല്ലെങ്കിൽ വേണാടിൻ്റെ എല്ലാമാണ് പോരാളിയായ വീര മാർത്താണ്ഡവർമ്മ. അപ്പോൾ വീര മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ അച്ഛൻ പിതാവ് വീരരാഘവർമ്മ കിളിമാനൂർ കൊട്ടാരത്തിലെയാണ്. ധർമ്മരാജാവിൻ്റെ അച്ഛൻ കാർത്തികേയ രാമവർമ്മ മഹാരാജാവ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ വീരരവിവർമ്മ. ഇങ്ങനെ ഉണ്ട്. നമ്മളെ അവസാനം നമ്മെ വിട്ടുപോയി ചിത്രകേതുനാൾ മഹാരാജാവ്, അദ്ദേഹത്തിൻ്റെ പിതാവ്. അപ്പോൾ ഇങ്ങനെ തിരുവിതാംകൂർ അല്ലെ വേണാടുമായിട്ട് കിളിമാനൂർ കൊട്ടാരത്തിൻ്റെ ഒരു ഇഴുകിച്ചേരലുണ്ടല്ലോ, അതങ്ങനെ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലായില്ലേ? പക്ഷേ രവിവർമ്മ വന്നപ്പോൾ എന്തായി, രാജാരവിവർമ്മയുടെ കൊച്ചുമക്കളെയും കൂടെ തിരുവിതാംകൂറിലേക്ക് പിൽക്കാലത്ത് ദത്തെടുത്തു. ആ രവിവർമ്മയുടെ കൊച്ചുമക്കളിൽ ഒരാളാണ്, പക്ഷേ മൂത്ത മകളുടെ മകളാണ് രാജ്യം ഭരിച്ച സാക്ഷാൽ റീജൻ്റ് റാണി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മകളുടെ മകളാണ് ചിത്രകേതുനാൾ മഹാരാജാവിൻ്റെ അമ്മ ആയ അമ്മ മഹാറാണി എന്ന് നമ്മളറിയപ്പെടുന്ന അമ്മ മഹാറാണി. അപ്പം നോക്കൂ, ഈ വേണാട് അല്ലെങ്കിൽ തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്ന ഈ നമ്മുടെ ആ മഹത്തായ രാജകുടുംബവുമായിട്ട് എങ്ങനെയാണ് കണക്റ്റ് ചെയ്യപ്പെടുന്നത്? അപ്പം ആ വേരുകൾ വളരെ വലുതാണ്, അതിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പം അതങ്ങനെ പടർന്ന് പന്തലിച്ച് ഇന്നും ആ ഒരു ആത്മബന്ധം തിരുവിതാംകൂറും കിളിമാനൂർ അല്ലെ വേണാട് സ്വരൂപവും കിളിമാനൂർ സ്വരൂപവും തമ്മിൽ രാജഭരണമൊക്കെ പോയി എങ്കിലും ഞങ്ങളൊക്കെ തമ്മിലുള്ള ആ ഒരു വേരുകളിലൂടെയുള്ള ആ ഒരു കണക്ടിവിറ്റി ഉണ്ടല്ലോ, അത് ഇന്നും നമ്മളിലൂടെ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ട്രാവൻകൂർകാരി അല്ലെങ്കിൽ ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്ക് എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു ഫീലാണ്. അതെ അതെ. അല്ല, രാജാരവിവർമ്മ ലോകം മുഴുവൻ അറിയുന്ന സ്വാതി തിരുനാൾ. കാരണം നമ്മളെ കുറച്ച് പേര് ഉണ്ട് അതിലൊക്കെ. ഇപ്പോൾ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, അല്ലെങ്കിൽ AR രാജരാജവർമ്മ, അങ്ങനെ എത്രയോ പ്രതിഭകൾ രാജകുടുംബങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. പിന്നെ രാജാരവിവർമ്മ ഓഫ് കോഴ്സ് ഇൻ്റർനാഷണൽ ഒരു ഫിഗറാണ്. ലോകം മുഴുവൻ അറിയുന്ന ചിത്രകലയുടെ കുലപതി, ഇന്ത്യയുടെ ദ ഫാദർ ഓഫ് ഇന്ത്യൻ മോഡേൺ പെയിൻറ്റിങ് അല്ലേ. അപ്പോൾ അദ്ദേഹം ഇന്നും ജീവിക്കുകയാണ് ചിത്രങ്ങളിലൂടെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും രാജാരവിവർമ്മയുടെ പിൻതലമുറക്കാരെന്നുള്ള രീതി കിട്ടുന്ന ആ ഒരു സ്നേഹ ബഹുമാനം നമ്മളെ കൊണ്ടുപോകുന്നത് ആ പൂർവ്വപിതൃവിൻ്റെ നാമം തന്നെയാണ്. ഇപ്പോൾ എൻ്റെ പേര് രാമവർമ്മ തമ്പുരാൻ എന്നായിരിക്കാം. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ചിലപ്പോൾ ഞാൻ പാട്ട് പാടുന്നുണ്ടാവാം, അല്ലെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടോ, ഇത് കൊണ്ടിട്ട് നമ്മുടെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ മുൻപിൽ. നമ്മൾ എവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് 2 പേരുകൾ, ഒന്ന് രാജാരവിവർമ്മ, കിളിമാനൂർ കൊട്ടാരം. അപ്പോൾ അതാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത്. അതില്ലെങ്കിൽ ഈ രാമവർമ്മ തമ്പുരാനും ഇല്ല, ആരുമില്ല. ഞങ്ങളുടെ കുടുംബാംഗങ്ങളാരും തന്നെ ഇല്ല. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെ അഭിമാനമാണ്. രാജ്യത്തിൻ്റെ അഭിമാനം വേറെ. പക്ഷെ ഞങ്ങളെയും കൊണ്ടുപോകുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഞങ്ങൾക്കൊരു സ്പർശം, അദൃശ്യമായൊരു സ്പർശം ഈ മഹാനായ പൂർവ്വപിതൃവിൻ്റെ രവിവർമ്മ മാത്രമല്ല, മറ്റെത്രയോ പൂർവ്വപിതൃക്കൾ പ്രതിഭകൾ. രവിവർമ്മയുടെ അനുജൻ രാജരാജവർമ്മ, മംഗളാഭായ് തമ്പുരാട്ടി അനുജത്തി, പിന്നെ മറ്റൊരു അനുജൻ ഗോദവർമ്മ തമ്പുരാൻ, പിന്നെ സ്വാതിനാളിൻ്റെ ആസ്ഥാന വിദ്വാനായിരുന്ന വിദ്വാൻ കോയിൽ തമ്പുരാൻ എന്നറിയപ്പെടുന്ന കരീന്ദ്രൻ തമ്പുരാൻ. പിന്നെയുണ്ട് പ്രതിഭകൾ, എത്രയോ പ്രതിഭകൾ. അപ്പോൾ ഈ പ്രതിഭകളുടെയൊക്കെ കഥകൾ കേട്ടല്ലേ നമ്മൾ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും നമുക്കൊന്നും അതൊന്നും ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല വെച്ചാൽ എന്തോ നമുക്ക് ഭാഗ്യം കൊണ്ട് എന്തൊക്കെയോ നമുക്ക് തന്നു. അപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്താ പറയാ, ഞങ്ങളെയൊക്കെ എങ്ങനെ മയക്കി ആ ഒരു ശബ്ദത്തില് ഒരു 4 വരി ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരാമോ? ഞാൻ ഇപ്പം നമ്മൾ രവിവർമ്മയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ രാജാരവിവർമ്മ ഒരു ചിത്രകാരൻ മാത്രമായിരുന്നില്ല. രാജാരവിവർമ്മ വലിയൊരു പണ്ഡിതനായിരുന്നു,
കലകളെക്കുറിച്ച്, സംഗീതമാവട്ടെ നൃത്തമാവട്ടെ എല്ലാത്തിനെക്കുറിച്ചും അസാധ്യമായ അറിവുള്ളൊരു വ്യക്തിയായിരുന്നു. കൊട്ടാരത്തിലെ മിക്ക ആൾക്കാർക്കും അതുകൊണ്ട് രവിവർമ്മയ്ക്ക് പ്രത്യേകവും. രവിവർമ്മ നല്ലൊരു കവിയായിരുന്നു. നന്നായിട്ട് കവിതകൾ എഴുതും. മണിപ്രവാളത്തിലും സംസ്കൃതത്തിലും മലയാളത്തിലുമൊക്കെ അദ്ദേഹം യാത്ര ചെയ്യുന്ന, അത് ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ടല്ലേ ഈ ചിത്രങ്ങൾ മുഴുവൻ നമുക്ക് തന്നത്, അല്ലേ, വരച്ചു തന്നത്. അപ്പോൾ ഓരോ ദേശത്തിലൂടെയും അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ അവിടെ കാണുന്ന ചില പ്രത്യേകതകൾ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അദ്ദേഹം കുറിച്ച് വയ്ക്കും കവിതയായിട്ട്. നമുക്ക് കവിതകളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു 3-4 കവിതകൾ ഭാഗ്യവശാൽ കിട്ടിയതിൽ ഞാൻ ചിലത് കമ്പോസ് ചെയ്ത് ഈണമായിട്ട് വെച്ചിട്ടുണ്ട്. അതിലൊരു കവിത, അത് കൊട്ടാരത്തിനകത്ത് ഇപ്പം സരിത ഇനി കിളിമാനൂർ കൊട്ടാരത്തിൽ വരുമ്പോൾ ഞാനത് കാണിച്ചു തരാം. അവിടെ ഞങ്ങൾക്ക് കാവുകളുണ്ട്, അമ്പലങ്ങളുണ്ട്. ഈ കൊട്ടാരം എല്ലാം നിറഞ്ഞ രവിവർമ്മ വരച്ചിരുന്ന ചിത്രശാലയുണ്ട്. സ്വാതിനാളിൻ്റെ കാലത്ത് അവിടുന്ന് വന്നിരുന്ന രാജസദസ്സിൽ നിന്ന് വന്നിരുന്ന കലാകാരന്മാരൊക്കെ പെർഫോം ചെയ്തിരുന്ന നാടകശാലയുണ്ട്. ഇതിനെയൊക്കെ ഞങ്ങൾ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വേട്ടയങ്കരം കാവെന്ന് പറഞ്ഞൊരു കാവുണ്ട്. അത് വേട്ടയ്ക്ക് പോയ ശങ്കരൻ ശിവപാർവതിമാർ, കിരാതരുദ്രൻ എന്ന് പറയും, കിരാതനാണ്, കാട്ടാളനും കാട്ടാളത്തിയും. എന്നിട്ട് 1000 സംവത്സരം ഭൂമിയിൽ ജീവിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മഹാഭാരത സമയത്തെ ആ കഥയൊക്കെ, അർജുനന് പാശുപതാസ്ത്രം നൽകുന്ന ആ കഥയൊക്കെ. അപ്പോൾ ആ ഒരു കഥ അറിയാമല്ലോ, ഞാൻ പറഞ്ഞു എങ്ങനെ നീണ്ടുപോകും നമ്മുടെ ഇൻ്റർവ്യൂ. അപ്പോൾ ശിവനെ പാർവതിയും ഈ ദേവീദേവന്മാർക്ക് രൂപം കൊടുത്തതാണല്ലോ രവിവർമ്മ, നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ അദ്ദേഹം എല്ലാം വരച്ചു കഴിഞ്ഞു. മഹാഭാരതം, രാമായണം, ഇത് നമ്മുടെ ഭാരതത്തിൻ്റെ എല്ലാ കാഴ്ചകളും യാത്ര ചെയ്ത് അദ്ദേഹം വരച്ചു തന്നു. ഇതിനിടയിൽ കൂടെ അദ്ദേഹം വരച്ച ഒരു ചിത്രമാണ് ശിവപാർവതിമാരുടെ ചിത്രം, ഈ കിരാതവേഷധാരിയായ ശിവനെയും പാർവതിയും. അപ്പം നോർമലി നമ്മൾ ദേവീദേവന്മാരെയൊക്കെ വരയ്ക്കുമ്പോൾ ആടയാഭരണങ്ങളും അതൊക്കെ വളരെ, അല്ലേ, അങ്ങനെ വളരെ കളർഫുള്ളാണ്, അല്ലേ, രവിവർമ്മ, സരസ്വതി, ലക്ഷ്മി, അങ്ങനെ എല്ലാവരും വരച്ചാലും. അപ്പം ഇതിൽ വേഷമൊക്കെ വേറെ രീതിയാണെന്ന് വെച്ചാൽ കാട്ടിലേ അല്ലേ, അപ്പം വേഷമൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പം വലിയ ആടയാഭരണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം വരച്ചതിന് ശേഷം രവിവർമ്മ ഈ ക്യാരക്ടറിനോട്, അല്ലെ പാർവതി ദേവി, താൻ വരച്ച ആ ദേവിയോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ വരച്ചതൊക്കെ ശരിയാണോ, ഇഷ്ടമായോ, അല്ലെങ്കിൽ ഇതൊക്കെ കറക്റ്റാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ളൊരു കവിതയാണ്. അപ്പോൾ ഈ കവിത ചൊല്ലുന്നതിന് മുമ്പ് അത് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. എൻ്റെ അറിവില്ലായ്മ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. നമ്മൾ ചില ചരിത്രം വായ്മൊഴിയായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ചിലത് എഴുതുന്നതിൽ നിന്നല്ല, ചരിത്രം പല രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായ്മൊഴിയായിട്ടും എഴുതി വയ്ക്കുകയും ശിലാലിഖിതങ്ങളായിട്ടും അങ്ങനെ പല രീതിയിലാണ്. അപ്പം ഇത് ഞങ്ങളുടെ ഇടയിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ കവിത ഞാൻ ആലപിക്കുക. അത് രവിവർമ്മയ്ക്കുള്ള ട്രിബ്യൂട്ടാണ്. മാത്രമല്ല കിളിമാനൂർ കൊട്ടാരത്തിന് വേണ്ടിയിട്ടും പൂർവ്വപിതൃക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടും ചിത്രകലയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും സഗമ മുക്താവിദ്രുമമാലകൾക്കു പകരം ഗുഞ്ചാവലി പീലിയാണുത്തംസം, കരകങ്കണങ്ങൾ മുഴുവൻ. മുക്താവിദ്രുമമാലകൾക്കു പകരം ഗുഞ്ചാവലി പീലിയാണുത്തംസം, കരകങ്കണങ്ങൾ മുഴുവൻ. ശങ്കാണഹോ കേവലം പുത്തൻ പട്ടിന് നല്ല പല്ലവ ഗുണം. കൈരാതിയായി തീരുവാനൊത്തോ ശൈലസുതക്കിതൊക്കെ അറിവാനെൻ കണ്ണിനത്യാഗ്രഹം, എൻ കണ്ണിനത്യാഗ്രഹം, എൻ കണ്ണിനത്യാഗ്രഹം. ഇതാണ് ആ കവിത. അപ്പൊ ഇത് എൻ്റെ ശരിക്കും ഞാനന്ന് ആ ഫസ്റ്റ് തമ്പുരാൻ്റെ പാട്ട് കേട്ട അതിലെ ഉപരി ആ ഒരു ഫീൽ എനിക്ക് ഇപ്പോൾ കിട്ടി. എന്താ പറയുക,
അപ്പൊ അത്രയും ബ്ലസ്ഡ് ആണ്. ഞാനിപ്പോ വിചാരിക്കുന്നത് ഞാൻ പെട്ടെന്ന് രാജാ രവിവർമ്മയിൽ നിന്നും പെട്ടെന്ന് സ്വാതി തിരുനാളിലേക്ക് പോയി. ആ ഒരു അല്ല, നമ്മുടെയൊക്കെ ഒരു പാരമ്പര്യത്തിൽ ഇതെല്ലാം ഉണ്ട്. പലരും പല പ്രൊഫഷനായിട്ടൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ ബന്ധുക്കളുടെയൊക്കെ ഇടയിൽ ഉള്ളിൽ സംഗീതം, ചിത്രകല, നൃത്തം, എഴുത്ത് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ പലർക്കും അത് ഒരു ജീവിത യാത്രയിൽ അതും അങ്ങനെ മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. രാജഭരണമൊക്കെ മാറി ഇപ്പം നമ്മൾ അല്ലേ. അപ്പോൾ എല്ലാവരും പഠിച്ചു നന്നായിട്ട്, എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ജോലിയിലും ഒക്കെ ആയി വെൽ സെറ്റിൽഡ് ആയി. എല്ലാവരും ആരും എന്താ പറയുക, ട്രാക്ക് മാറിപ്പോയില്ല. ഭാഗ്യം എന്തോ അനുഗ്രഹം കൊണ്ട് എല്ലാവരും ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ കൊട്ടാരത്തിലുള്ളവരിൽ ഭൂരിഭാഗവും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്, ഇവരൊക്കെ നമ്മളിപ്പോൾ ടെക്കുകൾ എന്നൊക്കെ വിളിക്കും. ടെക്നോ പാർക്കിൽ നിന്നൊക്കെ ടെക്കുകൾ. അപ്പോൾ ഈ ടെക്കുകൾ മാത്രമല്ല, അതെ എല്ലാ പോലൊന്നും അതാ പറഞ്ഞു, ഏത് രാജകുടുംബം എടുത്തോളൂ, കിളിമാനൂർ മാത്രമല്ല ഏത് രാജകുടുംബം എടുത്തോളൂ, എല്ലാവരും നന്നായി പഠിച്ചു അല്ലേ, പഠിച്ച് ജോലി വാങ്ങി. അപ്പം പല സ്ഥലങ്ങളാണ്. അപ്പം അതെ. അപ്പം പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു സംഗമം എന്ന് പറയുന്ന ഉത്സവങ്ങൾ വരണം ഞങ്ങളുടെയൊക്കെ തറവാടുകളിൽ. അത് കിളിമാനൂരാണെങ്കിലും പന്തളാണെങ്കിലും അങ്ങോട്ടിനി ഏത് കൊട്ടാരങ്ങൾ എടുത്താലും ഈ ഞങ്ങളുടെയൊക്കെ ഭരദേവതന്മാരുടെ ഉത്സവ കാലത്താണ് ഈ ചിതറിക്കിടക്കുന്ന കുടുംബാംഗങ്ങളുടെയൊക്കെ ഒരു സംഗമം. അവരെല്ലാവരും ഓടിയെത്തും. ഇപ്പോൾ കിളിമാനൂർ കൊട്ടാരത്തിൻ്റെ ഉത്സവം എല്ലാ വർഷവും കുംഭമാസത്തിൽ അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് കാലഘട്ടത്തിൽ ഞങ്ങളുടെ അയ്യപ്പൻകാവിലെ ഉത്സവമുണ്ട്. അപ്പോൾ ആ ഉത്സവത്തിന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് എൻ്റെ പ്രായത്തിലുള്ളത് തൊട്ട് വളരെ മേലെ ഉള്ള ഞങ്ങളുടെ വല്യമ്പരാനടക്കമുള്ള എല്ലാവരും, എല്ലാ പ്രായത്തിലുള്ളവരുടെ ഒരു സംഘം വരും. ഞങ്ങളുടെ ആ 10 ദിവസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉത്സവം ഈ പറയുന്ന ഭഗവാന്റെ അല്ലെങ്കിൽ ഭരദേവതയുടെ ഉത്സവം മാത്രമല്ല, ഞങ്ങളുടെ ഒരു റീയൂണിയനാണ്, ഞങ്ങളുടെ ഗെറ്റ് ടുഗദറാണ്. ഈ 10 ദിവസവും വളരെ കളർഫുള്ളാണ്. ഒരുമിച്ചുള്ള ആഹാരം ഒരുമിച്ചല്ലേ, ആ കൊട്ടാരം മുഴുവൻ ഇപ്പം ഈ അല്ലെങ്കിൽ 4, 3, 7 പേരിലേക്ക് ചുരുങ്ങും. അത് കഴിഞ്ഞിട്ട് ഉത്സവം കഴിഞ്ഞിട്ട് ഇവരുടെയൊക്കെ ഒരു യാത്രയുണ്ട്. ഏതാ? മടക്കയാത്ര. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ പോയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പേരിലേക്ക് പോകും. അപ്പം അതൊരു വിഷമമാണ്. പിന്നെ കാണുന്നത് ഇടയ്ക്കിടയ്ക്കാണ് കാണുന്നത്. അപ്പം ഇത് എല്ലാ കൊട്ടാരങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ രവിവർമ്മ അദ്ദേഹത്തിന്റെ എന്താ പറയാ പിൻതലമുറക്കാരൻ എന്ന് ആളുകൾ വിശേഷിപ്പിക്കുന്നത് തമ്പുരാനെയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും അദ്ദേഹം കൊണ്ടുവന്ന എന്താ പറയാ നമുക്ക് സമ്മാനിച്ച ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരാളെന്ന് പറയുന്നത് അല്ലേ, അതിനുവേണ്ടി ഒരുപാട് പെയിൻ എടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സരിത പറഞ്ഞത് ശരിയാണ്. വെച്ചാൽ അതൊക്കെ നമുക്കൊരു അനുഗ്രഹമായിട്ടാണ് വരുന്നത്. നമ്മുടെ ഒരു കർമ്മമാണത്, നമ്മളതങ്ങനെ ചെയ്യുന്നു. ശരിക്കും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും ഡിസെൻഡൻസ് ആണല്ലോ. ഓൾ ആർ ഡിസെൻഡൻസ് ഓഫ് ദി ഗ്രേറ്റ് ആർട്ടിസ്റ്റ് രാജാരവിവർമ്മ. എല്ലാവരും ആ പിന്തലമുറക്കാരാണ്. പക്ഷേ ചിലരിലേക്ക് കൂടുതലായിട്ട് ചിലത് നിക്ഷിപ്തമാവും. കാലം അങ്ങനെയാണ്. അപ്പം ഞാൻ വളരെ സന്തോഷത്തോടെ എൻ്റെ കുടുംബാംഗങ്ങൾ എന്നിലേൽപ്പിച്ച ഒരു നിയോഗമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ട്, പാലസ് ട്രസ്റ്റ്. അതൊരു ഇന്ത്യൻ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പിടിച്ചിരുത്തി കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കൂടുതലും കൊട്ടാരത്തിൽ തന്നെ ഉണ്ടാവും. എപ്പോഴും കൊട്ടാരം കേന്ദ്രീകരിച്ചിട്ടാണ് എൻ്റെ യാത്രകൾ മുഴുവൻ. അപ്പോൾ ഞാൻ കൊട്ടാരത്തിൽ തന്നെയുണ്ട്. മറ്റു പലരും ചിതറിക്കിടക്കുമ്പോൾ ഞാനും അമ്മയും അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര്, അതാണ് 4, 3, 7 പേർ കൊട്ടാരത്തിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടുത്തെ പല കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊരു സന്തോഷത്തോടുകൂടി ചെയ്യുന്നതാണ്. അപ്പം സ്വാഭാവികമായിട്ടും മറ്റുള്ള എന്ത് സാമൂഹ്യ പരിപാടികളിലും സാംസ്കാരിക മേഖലയിലുമൊക്കെ നമ്മൾ കൊട്ടാരത്തിന് പ്രതിനിധിയായിട്ട് പങ്കെടുക്കേണ്ടി വരും. അങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ രവിവർമ്മയുടെ പിൻതലമുറ അല്ലെങ്കിൽ പിൻഗാമി എന്നുള്ള ഒരു രീതി കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മളെ കാണുന്നതും അതൊരു അനുഗ്രഹമാണത്. മനസ്സിലായില്ലേ? ഞാൻ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളുടെ അടുത്ത് ദൂരെയുള്ളവർക്ക് ഞാൻ തമാശയ്ക്കും എന്നാൽ സീരിയസ് ആയിട്ടും പറയും, എല്ലാവർക്കും വേണ്ടി ചിലപ്പോൾ ഈ കൊട്ടാരത്തിലുള്ളവരല്ല. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഈ പ്രകൃതിയിലെ എല്ലാം നമ്മൾ അങ്ങനെയാണല്ലോ, നമുക്കിതെല്ലാം ഇഷ്ടം. മഴ വന്നാൽ നമ്മൾ സന്തോഷിക്കും അല്ലേ, മഞ്ഞ് വന്നാലും അല്ലെങ്കിൽ വസന്തം വന്നാലും. ഇപ്പോൾ ഈ ഋതുക്കളെയൊക്കെ നമ്മൾ നിലാവ് വരും. അപ്പോൾ നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ അകത്ത് മാറി മാറി വരുന്ന എല്ലാ ഋതുക്കളെയും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയും എല്ലാവർക്കും വേണ്ടി ഈ ഋതുക്കളും കൂടെ ആസ്വദിക്കുകയാണ്. അപ്പം ഓസ്ട്രേലിയയിലിരിക്കുന്നവർക്കും അമേരിക്കയിലിരിക്കുന്നവർക്കും ലണ്ടനിലിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അവിടെയും മഴയുണ്ട്, അവിടെയും നിലാവുണ്ട്. പക്ഷേ കൊട്ടാരത്തിനകത്ത് ഇരുന്ന് സ്വന്തം തറവാട്ടിൽ ഇരുന്നിട്ട് ഇത് കാണാൻ പറ്റുക, ഇത് അനുഭവിക്കാൻ പറ്റുക എന്നുള്ളത് അതൊരു വലിയ. അപ്പോൾ ഇത് ഞാൻ വെറുതെ തമാശ. അപ്പോൾ അവരൊരു ശരിയാണെന്ന് പറയും. ഇങ്ങനെ തമ്പുരാൻ ഇത് ഓരോ സംസാരിക്കുമ്പോഴൊക്കെ ഞാനത് പിക്ചറൈസ് ചെയ്യുന്നുണ്ട്. അല്ല, അതാണ്. അപ്പം അതിനകത്തൊരു ആംബിയൻസ് ഉണ്ട്, അതിനെ നമ്മൾ നിലനിർത്തുക. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? നമുക്ക് നശിപ്പിക്കാനായിട്ട് നമുക്ക് എന്തായാലും അവകാശമില്ല.
ഞാൻ പണിതതാണോ? അല്ല. അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും പണിതതാണോ? അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മമാരോ പണിതതാണോ? ഏതോ കാലഘട്ടത്തിൽ നമ്മൾ കാണാത്ത ഞങ്ങളുടെ പൂർവികർ അല്ലേ, അവർ നമുക്ക് തന്നിട്ട് പോവാണ്. അവരോരോന്നായിട്ട് രവിവർമ്മ അടക്കം ഓരോ കാലഘട്ടത്തിൽ ഓരോ മഹാന്മാർ നമുക്ക് ഓരോന്നും, ആ ബ്ലോക്ക് ഈ ബ്ലോക്ക് അവിടെ അങ്ങനെ ഒരു കെട്ടിടമാവട്ടെ, ഇവിടെ ഇങ്ങനെ ആവട്ടെ, ഇത് അവരല്ലേ നിശ്ചയിച്ചിട്ടുള്ളത്. അവർ നമുക്ക് തന്നിട്ട് പോയിരിക്കണം. പിന്നെ ആ കെട്ടിട സമുച്ചയത്തിനെ, ആ വാസ്തുപുരുഷനെ നമ്മൾ സംരക്ഷിക്കണം അല്ലേ, അതിനെ നശിപ്പിക്കാൻ പാടില്ല. നമുക്ക് ഒരെണ്ണം നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, ഈ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. എപ്പോഴും ചരിത്ര സ്മാരകത്തിന് നിലനിർത്താനാണ് പാട്. അത് നിലനിർത്തണം. അപ്പോൾ അത് വരും തലമുറയ്ക്ക് വേണ്ടി നിലനിർത്താൻ പറ്റുന്ന ഞാൻ പറയും എപ്പോഴും ചരിത്രത്തിൻ്റെ കാവലാളാവണം നമ്മൾ. അല്ലെങ്കിൽ ഒരു പടയാളി, ഒരു സോൾജിയർ എങ്ങനെയാണ്, ഒരു രാജ്യത്തിന് വേണ്ടി എങ്ങനെയാണ് കാക്കുന്നത്, അതുപോലെ വേണം ചരിത്രത്തിനെ നമ്മൾ നിൽക്കണം അവിടെ. നമ്മളൊരാളായിട്ട് ഒരു കാവൽക്കാരനെ പോലെ നമ്മൾ നിൽക്കണം. നമ്മൾ അവിടുത്തെ കുടുംബാംഗമായിരിക്കാം, പക്ഷേ വേറൊരർത്ഥത്തിൽ ഈ കുടുംബാംഗത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ഓരോ കുടുംബാംഗത്തിന്. നമ്മൾ അങ്ങനെ നിന്നാൽ മാത്രം ഇത് നിലനിൽക്കുകയുള്ളൂ, ഈ കൊട്ടാരം. ഇതിപ്പം ഞാൻ പറയുന്നത് നമ്മുടെ കിളിമാനൂർ മാത്രമല്ല, ഏത് രാജകുടുംബമാവട്ടെ, ഇന്ത്യയിൽ എവിടെയുമാവട്ടെ, ഇവിടെ മാത്രമാണോ രാജകുടുംബങ്ങളുള്ളത്? അതിപ്പം മൈസൂർ ചെന്നാലും ബറോഡയിൽ ചെന്നാലും ഇന്ത്യയുടെ പല ഭാഗത്ത് എത്രയോ രാജകുടുംബങ്ങൾ. ഈ ലോകം മുഴുവൻ എടുക്കൂ, ഇനി ബ്രിട്ടീഷ് രാജ്ഞിയുടെ ആണെങ്കിലും എല്ലാം സംരക്ഷിക്കണ്ടേ? അതിന് ഗവൺമെൻറ് ആണെങ്കിലും എല്ലാവരും പരസ്പര പൂരകമായിട്ട് നിന്നുകൊണ്ടല്ലേ ഈ ചരിത്ര സ്മാരകങ്ങളൊക്കെ നിലനിർത്തുന്നത്. ഭാരതത്തിൽ അത് കുറച്ചുകൂടി കുറവാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇനിയും ഈ ഒരു മുറിയാണെങ്കിൽ പോലും ഒരു ചരിത്ര സ്മാരകം അത് നമ്മൾ സംരക്ഷിച്ചാൽ മതിയാവും. വേറൊരു കാര്യം കൂടെയുണ്ട്, അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ചരിത്രം നമ്മളെപ്പോഴും പറയും ചരിത്രം ഉറങ്ങുന്ന ഇടം. പക്ഷെ ഞാൻ പറയും ചരിത്രം ഒരിക്കലും ഉറങ്ങുന്നില്ല, നമ്മളാണ് ഉറങ്ങുന്നത്. ചരിത്രം ഉണർന്നിരിക്കുകയാണ്. അത് കിളിമാനൂർ കൊട്ടാരം മാത്രമല്ല, പത്മനാഭ കൊട്ടാരം ആവട്ടെ, വേറെ എവിടെ, ലോകത്ത് എവിടെ ചെന്നോളൂ, ഗ്രീസിൽ ചെല്ലൂ, ഇറ്റലിയിൽ ചെന്നോളൂ, ചൈനയിൽ ചെല്ലൂ, ഈജിപ്തിൽ ചെല്ലൂ, എല്ലാ സ്ഥലത്തും ചരിത്ര സ്മാരകങ്ങളും അതും ഇതുമൊക്കെയാണ്. ഇതൊന്നും ഉറങ്ങണില്ല അവിടെ. അത് പലരിലൂടെ ഈ കഥകൾ പറഞ്ഞു തരികയാണ്. ചിലപ്പോൾ ഗൈഡിലൂടെ ആവാം, ഇവിടെ കിളിമാനൂർ വരുമ്പോൾ ചിലപ്പോൾ എന്നിലൂടെ ആവാം. അപ്പോൾ ആരിലൂടെയെങ്കിലും ഈ ചരിത്രം നമ്മളോട് സംവദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് എപ്പോഴും തോന്നി ചരിത്രം ഉണർന്നിരിക്കുന്ന ഇടങ്ങളാണ് ചരിത്ര സ്മാരകങ്ങൾ. ചരിത്രം ഉറങ്ങുന്നില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും സംഗീത ജീവിതത്തിലേക്ക് തന്നെ ആവട്ടെ. സംഗീതം എന്താ പറയുക, മെയിനായിട്ട് പഠിക്കണം, അങ്ങനെ പോകാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? ഇല്ല, കൊച്ചിലെ തൊട്ടേ പാട്ട് വലിയ ഇഷ്ടമായിരുന്നു, പാടുമായിരുന്നു. പിന്നെ എപ്പോഴോ തലയ്ക്കകത്ത് നമ്മൾ പ്രാന്തെടുക്കുക എന്ന് പറയുന്ന പോലെ ദാസേനെ പോലെയുള്ള മഹാന്മാരായ ഗായകരുടെയും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കാകെ പ്രാന്തെടുക്കുമല്ലോ. പിന്നെ അതായി ചിന്ത, എങ്ങനെയാ പാട്ട് മര്യാദയ്ക്ക് പഠിക്കുക. പാടി നമുക്ക് സ്കൂളിലൊക്കെ മത്സരങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ പാടും, എന്നാലും അതിൻ്റേതായ രീതിയിൽ പോകണമല്ലോ. പക്ഷേ എപ്പോഴും മാതൃകയായിട്ടല്ല, നമുക്കൊരു ആരാധനയായിട്ട് യേശുദാസിനെ പോലെയൊക്കെയുള്ള നമ്മുടെ ഗായകർ, ജയേട്ടനടക്കമുള്ള നമ്മുടെ പിന്നെ സംഗീത സംവിധായകർ, ഇവരുടെയൊക്കെ പാട്ടുകൾ കേട്ട് തരിച്ചിരിക്കുക എന്ന് പറയും. നമുക്ക് പാടാൻ പറ്റില്ല ചില പാട്ടുകൾ കഴിയുമ്പോൾ നമ്മൾ അന്തം വരട്ടെ, ഇതെങ്ങനെ ഉണ്ടാക്കി, ഇത് എങ്ങനെ പാടും, നമ്മളിങ്ങനെ പഠിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ അത്. ചിലർ നമ്മളിങ്ങനെ എത്ര കേട്ടുകൊണ്ടിരിക്കുക, കേട്ടിരിക്കലല്ലാണ്ട് ഇത് പഠിക്കാൻ പറ്റില്ല. എന്താ അറിയുക, അത്രയ്ക്കും ഗംഭീരമാണിത്. ദാസേട്ടന്റെ പാട്ടുകൾ ഇങ്ങനെ കേട്ടിരിക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അങ്ങനെ കേട്ടിരുന്ന ഒരു പാട്ട് ഒന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടി. ഒരുപാട് പാട്ടുകളുണ്ട്, പക്ഷേ പിന്നെ ഇപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരെണ്ണം ഒരു തമിഴ് പാട്ട്. ഞാൻ എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിത് ഒരു വേദിയിൽ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ കിടക്കുന്നത് കാണാതെ. തെൻപാണ്ടി കൂടലാ തേവാരപ്പാടലാ തീരാത ഓടലാ തേൻ സിന്തും കൂടലാ എൻ അൻപ് കാതലാ എന്നാലും കൂടലാ പെരുമ്പമെയിലാ നീ തീണ്ടും കൈലാ പാർപ്പോമയാവലാ വാവാനിലാ കല്യാണത്തേന്നില കായ്ച്ചാത് പാൽനില നീ താനേ വാനില എന്നോട് വാനില തീയാതെ വെണ്ണില ഉൻ കാതൽ കണ്ണില
ആകായം മണ്ണിലാ കല്യാണത്തേന്നില കായ്ച്ചാത പാൽനില. ഇത് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇത് കഴിഞ്ഞ ദിവസം എവിടെയോ പാടി, ഞാൻ പെട്ടെന്ന് പാടിയപ്പോൾ അപ്പോൾ അത് മൊബൈലിൽ നമുക്ക് വരികളൊക്കെ ആയപ്പോൾ നമ്മൾ മറന്നു പോകും. മനസ്സിലായില്ലേ? ആക്ച്വലി ഞാൻ ക്ലാസിക്കലൊക്കെ ഇങ്ങനെ പാടി പാടി പെട്ടെന്ന് ഒരു ലൈറ്റ് സോങ് കേട്ടപ്പോൾ അതൊരു മറ്റൊരു ഫീലായിരുന്നു. ലൈറ്റ് സോങ്സ് താങ്ക് യു സോ മച്ച്. ലളിതഗാനങ്ങൾ ആണ് പാടാൻ ഏറ്റവും പാട്, അത് മനസ്സിലാക്കിക്കൊള്ളുക. ശാസ്ത്രീയ സംഗീതത്തിന് അതിൻ്റെതായ ചിട്ടവട്ടങ്ങൾ പഠിച്ചെങ്കിലും നമുക്ക് പാടാം. പക്ഷേ ലളിതഗാനം നമ്മൾ കേട്ട് അല്ലെങ്കിൽ അത് പഠിച്ചെടുത്ത് പാടുമ്പോൾ, പ്രത്യേകിച്ച് ദാസനെ പോലെയുള്ള മഹാന്മാർ പാടുമ്പോൾ ഇത് പാടി ഫലിപ്പിക്കാനാണ് പാട് ലളിതഗാനം. അതിപ്പം പണ്ടേ ആകാശവാണിയിലൊക്കെ നമ്മൾ കുത്തിയിരുന്ന് പഠിക്കും. എം ജി രാധാകൃഷ്ണ സാറും പെരുമ്പാവൂർ സാറും ഒക്കെ ഇങ്ങനെ വരുന്ന അത് കുത്തിയിരുന്ന് കുട്ടിക്കാലത്ത് അത് എഴുതി പഠിച്ചാണ് നമ്മൾ ഘനശ്യാമ, ഓടക്കുഴൽ വിളി ഒഴുകി വരും, പള്ളിയമ്പ് പൂത്തുലയും, ഇങ്ങനെ എത്രയോ പാട്ടുകൾ. അപ്പം ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടാണേ. അത് വേറെ ദിവസം ഇരിക്കാൻ കേട്ടോ, അത് സമാധാനം ഇരിക്കും. ഇങ്ങനെ ഒന്നും തീരില്ല, ഇങ്ങനെ ഒന്നും ആയിട്ടില്ല. സംസാരിച്ച് നമുക്ക് സമയം പോകുന്നത് അറിയില്ല. ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനുണ്ട്, പറയാനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പല വിഷയങ്ങളുമായിട്ട് സംസാരിക്കാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. എന്തായാലും ഇപ്പോഴത്തെ നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അപ്പം വിലപ്പെട്ടൊരു സമയം, സമയത്തിൽ നിന്നും കുറച്ചു നേരം ഞങ്ങൾക്ക് മാറ്റിവെച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അങ്ങനെ ആവട്ടെ. സന്തോഷം എല്ലാവർക്കും. എൻ്റെയും ഒരു നല്ലൊരു ശുഭദിനം, പുലർക്കാലം ആവട്ടെ. എന്നും എപ്പോഴും നല്ലതുണ്ടാവട്ടെ എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.